യു എയിൽ ജൂലൈ മാസത്തിലെ ഇന്ധന വിലയിൽ കാര്യമായിട്ടുള്ള കുറവ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജൂൺ മാസത്തില് സൂപ്പർ 98-ന് 3 ദിർഹം 95 ഫിൽസും, സ്പെഷ്യൽ 95-ന് 3 ദിർഹം 83 ഫിൽസും, E+91-ന് 3 ദിർഹം 76 ഫിൽസും ഒക്കെ ആയിരുന്നല്ലോ ഒരു വില എന്ന് പറയുന്നത്. അതിലാണ് കാര്യമായിട്ടുള്ള കുറവ് നമുക്ക് ജൂലൈ മാസത്തിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഗോള വിപണിയിൽ എണ്ണ വിലയിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടായതോടെയാണ് ഈ റീറ്റെയിൽ മാർക്കറ്റുകളിലും ഇന്ധന വിലയിൽ കുറവുണ്ടാവുന്നത്. ഇപ്പൊ മെയ് മാസത്തില് ബാരലിന് $106 ഒക്കെ ആയിരുന്നു എണ്ണ വിലയെങ്കിൽ അത് ജൂൺ മാസം അവസാനം ആകുമ്പോഴേക്കും ബാരലിന് $74, $71 എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കുറവ് സ്വാഭാവികമായും നമുക്ക് യു എയിലെ റീറ്റെയിൽ മാർക്കറ്റിലും കിട്ടും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം യു എയിലെ ജൂലൈ മാസത്തിലെ ഇന്ധന വില സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും. കാര്യമായിട്ടുള്ള കുറവാണ് വിപണി ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഷാർജ എമിറേറ്റിൽ ജൂലൈ മുതൽ പെയ്ഡ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട സമയക്രമം അർദ്ധരാത്രി 12 മണി വരെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഷാർജയിൽ അധികൃതർ കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. സത്യത്തില് ഒരുപാട് പേർക്ക് അനുഗ്രഹമാവുന്ന ഒരു തീരുമാനമാണ് ഷാർജ മുനിസിപ്പാലിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്നത്. ഇപ്പൊ തിരക്കേറിയ അൽനാദ, അൽഖാൻ മേഖലകളിലൊക്കെ ഈ 10 മണി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പാർക്കിംഗ് കിട്ടാറില്ല എന്നുള്ളതാണ്. വേറെ ആളുകൾ വന്നിട്ട് പാർക്കിംഗ് ഏരിയകൾ മുഴുവനും കൈയടക്കുന്ന അവിടെ ഒക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഏരിയകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും 1-2 സ്ട്രീറ്റുകൾ അകലെ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. 10-30 മിനിറ്റ് വരെ പുതിയ പാർക്കിംഗ് സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റെസിഡൻസ് തന്നെ പറയുന്നത്. അപ്പൊ 12 മണി വരെ പാർക്കിംഗ് സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് ആശ്വാസം ഉണ്ടാകും എന്നാണ് റെസിഡൻസ് തന്നെ പറയുന്നത്. എന്തായാലും ജൂലൈ 1 മുതലാണ് ഷാർജയില് പൊതു പാർക്കിംഗ് ഇടങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 12 മണി വരെ പബ്ലിക് പെയ്ഡ് പാർക്കിംഗ് സംവിധാനം കൊണ്ടുവരുന്നത്. നേരത്തെ രാത്രി 10 മണി വരെ ആയിരുന്നല്ലോ. റെസിഡൻഷ്യൽ ഏരിയകളിലടക്കം ഒരുപാട് ആളുകൾക്ക് ഗുണമാകും ഈ പെയ്ഡ് പാർക്കിംഗ് സമയക്രമം നീട്ടിയതെന്നാണ് ഷാർജ അധികൃതർ തന്നെ പറയുന്നത്. അപ്പൊ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സമ്മറാണ്, കടുത്ത ചൂടിന്റെ സമയമാണ്. ദുബായിൽ സർക്കാർ ജീവനക്കാർക്ക് ഫ്ലെക്സി വർക്കിംഗ് ടൈം പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സമ്മറിൽ നിങ്ങളുടെ ഫാമിലിക്കൊപ്പം, കുട്ടികൾക്കൊപ്പം, കുടുംബത്തോടൊപ്പം കുറച്ചുകൂടി സമയം ചെലവഴിക്കാം, ഒപ്പം ജോലിയും ചെയ്യാവുന്ന തരത്തിലാണ് ജീവനക്കാർക്ക് ഇങ്ങനെ ഒരു ഫ്ലെക്സി വർക്കിംഗ് അവേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 29 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് അവർ ഫ്ലെക്സിബിൾ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി അവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ഗ്രൂപ്പായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട സമയക്രമം നിങ്ങൾക്ക് ലഭിക്കുക. ഒരു ഗ്രൂപ്പ് തിങ്കൾ മുതൽ വ്യാഴം വരെ ദിവസം 7 മണിക്കൂർ, വെള്ളിയാഴ്ചകളിൽ 4.5 മണിക്കൂറും ജോലി ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ഫ്ലെക്സി വർക്കിംഗ് അവേഴ്സ് വരിക. മറ്റൊരു ഗ്രൂപ്പ് തിങ്കൾ മുതൽ വ്യാഴം വരെ ദിവസവും 8 മണിക്കൂറും വെള്ളിയാഴ്ചകളിൽ പൊതു അവധിയും തരുന്ന രീതിയിലായിരിക്കും വർക്കിംഗ് അവേഴ്സ് തെരഞ്ഞെടുക്കുക എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട സമയക്രമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ദുബായിലെ സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിരിക്കും ബാധകമാവുക. ലോകത്തിലെ ഏറ്റവും അധികം A380 വിമാനങ്ങൾ ഉള്ളത് എമിറേറ്റ്സ് വിമാന കമ്പനിക്കാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന സർവീസായി ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ടതും എമിറേറ്റ്സ് വിമാന കമ്പനിയാണ്. എന്നാൽ യൂറോപ്യൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകൾ പ്രകാരം ചില A380 വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അടിയന്തര സുരക്ഷാ പരിശോധനാ നടപടികൾ ആരംഭിക്കുകയാണ് എമിറേറ്റ്സും. ഏതാനും A380 വിമാനങ്ങളുമായി ബന്ധപ്പെട്ടതിന്റെ വിങ്സിൽ ചില ക്രാക്കുകൾ കണ്ടെത്തി, വിള്ളലുകൾ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് വിമാന സർവീസുകൾ അടിയന്തരമായി സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതെന്ന് എമിറേറ്റ്സ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനകൾ ആരംഭിക്കും. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പരിപൂർണ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചാവും തങ്ങൾ സർവീസ് നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ A380 വിമാനങ്ങളിലും ഈ പരിശോധനയില്ല. നിലവിൽ 16ഓളം വിമാനങ്ങളിലാണ് പരിശോധന നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ 15 എണ്ണവും എമിറേറ്റ്സ് വിമാനങ്ങളാണ്. ഒരെണ്ണം ഓസ്ട്രേലിയൻ വിമാന കമ്പനിയുടെ A380 വിമാനങ്ങളാണ്. ലോകത്തില് ഏറ്റവും അധികം A380 വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് എമിറേറ്റ്സിനാണ്. 100-ലധികം A380 വിമാനങ്ങളുണ്ട് എമിറേറ്റ്സിന്. അതിൽ പകുതിയിലധികവും സജീവ സർവീസ് നടത്തുന്നതാണ്. എന്തായാലും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി ഒരു കുഴപ്പവും ഇക്കാര്യത്തിൽ ഇല്ല എന്നറിഞ്ഞിട്ടായിരിക്കും ഇത്തരം വിമാനങ്ങൾ വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവരിക എന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.